പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരവല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കുകയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇടുക്കിയിൽ നിന്ന് കോതമംഗലത്ത് ഉന്നത പഠനത്തിനായി എത്തിയ ഒരു പെൺകുട്ടിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് തിരിഞ്ഞത്. ഈ പെൺകുട്ടിയും റിസാനയും സുഹൃത്തും പിടിയിലാകുന്നു. എങ്ങനെയാണ് എക്സൈസിന് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്? നിയമസഭയിലെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചായിരുന്നു കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച കോതമംഗലം എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ലഹരി 37.229 ഗ്രാമോളം വരുന്ന MDMA യുമായി ഇവർ പിടിയിലായത്. ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ച 3 മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ കോളേജിൽ പഠനത്തിന് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. പിന്നീട് ഈ പഠനം ഉപേക്ഷിച്ചാണ് പിന്നീട് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി തിരിയുകയായിരുന്നു.